ഇന്ന് മാധ്യമങ്ങളിലും പുറത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിവാദമാണ് ഇന്ത്യയിൽ ഇപ്പോൾ വിൽക്കുന്ന എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ. ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നു, മൈലേജ് കുറയ്ക്കുന്നു, ഇതിന് പിന്നിൽ വലിയ അഴിമതി നടക്കുന്നു എന്നൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഈ വിവാദങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഇതൊരു സയൻസ് ചാനലാണ്. ഇതിൻ്റെ സയൻസ് മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ എത്തനോൾ ചേർത്ത ഇന്ധനം, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ പിന്നിലെ സയൻസ് എന്നിവ കൃത്യമായി വിലയിരുത്തപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം നാം എല്ലാം പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന പെട്രോളിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നാൽ ഈ വിഷയമൊക്കെ ഒന്ന് ചർച്ച ചെയ്താലോ? എന്നാൽ തുടങ്ങാം. നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ശാസ്ത്രം. ആ സങ്കീർണമായ ശാസ്ത്രത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. 2003 രാജ്യത്ത് ഉപയോഗിക്കുന്ന പെട്രോളിൽ എത്തനോൾ കലർത്തുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതും അതിൻ്റെ നയരൂപീകരണം നടക്കുന്നതും. അത് നടപ്പാക്കാൻ ആരംഭിച്ചത് 2006 തുടക്കത്തിൽ 10% ചേർത്ത E10 പെട്രോൾ ആയിരുന്നു ലക്ഷ്യം. തുടർന്ന് ഈ അളവ് 20% E20 പെട്രോളിലേക്ക് മാറ്റാൻ 2013 സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ പടിപടിയായി മുന്നോട്ട് പോകുന്ന ഈ പദ്ധതിക്ക് 25 വർഷത്തെ പഴക്കമുണ്ട്. അതായത് നമ്മുടെ വാഹനങ്ങളിൽ എത്തനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിലേറെയായി. അങ്ങനെ 2023 മുതൽ തിരഞ്ഞെടുത്ത നഗരങ്ങളിലും പെട്രോൾ പമ്പുകളിലും E20 പെട്രോൾ വിതരണം ആരംഭിച്ചു. അതതിൻ്റെ ട്രയലാണ്. കാരണം ഏതൊരു വലിയ പദ്ധതിയും ആരംഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ട്രയലുകൾ നടത്തണമല്ലോ, ഫീൽഡ് ട്രയൽ. അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, ഫീഡ്ബാക്കൊക്കെ പഠിച്ച് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണത്. പിന്നീട് 2030 രാജ്യത്തുടനീളം ഇത് നടപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ പദ്ധതി പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ മുന്നേറി. ഇന്ന് രാജ്യത്തെ ഭൂരിഭാഗം പെട്രോൾ പമ്പുകളിലും E20 ലഭ്യമാണ്. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന തീരുമാനവും സർക്കാർ എടുത്തു. 2023 ഏപ്രിലിന് ശേഷം പുറത്തിറങ്ങുന്ന പുതിയ വാഹനങ്ങൾ പൂർണ്ണമായും E20 ഇന്ധനത്തിന് അനുയോജ്യമായിരിക്കണം എന്നതാണത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും. 2023 മുതൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ പൂർണ്ണമായും എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിന് കമ്പാറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നിർമ്മിച്ച് നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വാഹനങ്ങളോ, അനുയോജ്യമല്ലാത്ത ഇന്ധനമടിച്ചോടുന്ന ഈ വാഹനങ്ങൾ പരിസ്ഥിതിക്കും ഉപയോഗിക്കുന്നവർക്കും വാഹനങ്ങൾക്കും ഭീഷണിയല്ലേ? ന്യായമായ ചോദ്യമാണ്. അതിലേക്ക് നമുക്ക് അവസാനം വരാം. ആദ്യം തന്നെ എന്താണ് ഈ എത്തനോൾ എന്ന് നോക്കാം. ഈഥൈൽ ആൽക്കഹോൾ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. സുഹൃത്തുക്കളെ, ഇവൻ തന്നെയാണ് നമ്മുടെ മദ്യത്തിലെ പ്രധാന ഘടകം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ശർക്കരയും കള്ളുമൊക്കെ ചേർത്ത് ഡിസ്റ്റില് ചെയ്തെടുക്കുന്ന വാറ്റുചാരായം തന്നെ. അതിൻ്റെ കെമിക്കൽ നെയിമാണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എത്തനോൾ. അടിസ്ഥാനപരമായി ഇതൊരു ഓർഗാനിക് ഹൈഡ്രോ കാർബൺ സംയുക്തമാണ്. അതായത് ഹൈഡ്രജനും കാർബണും ഓക്സിജനും അടങ്ങിയ ഒരു ബയോളജിക്കൽ സോഴ്സിൽ നിന്ന് അഥവാ ജൈവ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന നല്ലതുപോലെ ഊർജമടങ്ങിയ കോമ്പൗണ്ട്. ഈ ഊർജമുള്ളത് കൊണ്ടാണ് ഇത് കത്തുന്നത്. നാം ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG എന്നിവയെല്ലാം ഹൈഡ്രോ കാർബണുകളാണ്. ഹൈഡ്രജൻ ആറ്റങ്ങളും കാർബൺ ആറ്റങ്ങളും പല പാറ്റേണുകളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. അതിനനുസരിച്ച് അവയുടെ എനർജി ഡെൻസിറ്റി അഥവാ ഊർജ സാന്ദ്രതയ്ക്കും വ്യത്യാസമുണ്ടാകും. ഇവയിൽ ഹൈഡ്രജൻ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് വളരെ ശക്തമാണ്. ഇന്ധനം കത്തിക്കുമ്പോൾ ഈ ബോണ്ട് തകരുകയും ഈ ബോണ്ടിങ്ങിന് വേണ്ടി സംഭരിച്ചിരുന്ന എനർജി ചൂടും വെളിച്ചവുമായി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്ധനത്തിൽ കാർബൺ കൂടുന്തോറും അത് സോളിഡ് ഖര ഇന്ധനമായിരിക്കും. വിറക്, കൽക്കരി ഒക്കെ ആ വിഭാഗത്തിൽ വരുന്നതാണ്.
എന്നാൽ ഹൈഡ്രജൻ കണ്ടന്റ് കൂടുന്തോറും അത് ലിക്വിഡും ഗ്യാസും ഒക്കെയായിട്ട് മാറും. ഇങ്ങനെ ഹൈഡ്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഇന്ധനങ്ങളുടെ എനർജി ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. എന്താണ് ഈ എനർജി ഡെൻസിറ്റി? ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന എനർജിയാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ 1 കിലോ പേപ്പറും 1 കിലോ ചിരട്ടയും കത്തിക്കുന്നു എന്ന് കരുതുക. അളവ് രണ്ടും തുല്യമാണ്, 1 കിലോ. പക്ഷേ പേപ്പർ നിമിഷ നേരം കൊണ്ട് കത്തിത്തീരും, വലിയ ചൂടൊന്നും കിട്ടുകയുമില്ല. എന്നാൽ ചിരട്ട വലിയ ചൂടിൽ ഒരുപാട് സമയം നിന്ന് കത്തും. ഇതിന് കാരണം ഒരേ അളവാണെങ്കിലും രണ്ടിലും അടങ്ങിയിരിക്കുന്ന എനർജി ഡെൻസിറ്റിക്ക് വലിയ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. നമുക്ക് വീണ്ടും എത്തനോളിലേക്ക് വരാം. എത്തനോളിൻ്റെ കെമിക്കൽ ഫോർമുല C2H6O എന്നാണ്. അതായത് ഒരു എത്തനോൾ മോളിക്യൂളിൽ തന്മാത്രയിൽ 2 കാർബൺ, 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ എന്നിവയാണ് ഉള്ളത്. എന്നാൽ പെട്രോൾ എന്നത് പല ഹൈഡ്രോ കാർബണുകളുടെ ഒരു കോമ്പൗണ്ടാണ്, മിശ്രിതമാണ്. അതിൽ കൂടുതലുള്ളത് C8H18 അഥവാ 8 കാർബണും 18 ഹൈഡ്രജനും അടങ്ങിയ ഒക്ടെയ്ൻ എന്ന വിഭാഗമാണ്. പെട്രോളിൽ ഹൈഡ്രജൻ കണ്ടന്റ് എത്തനോളിനേക്കാൾ വളരെ കൂടുതലാണല്ലോ, കണ്ടില്ലേ നമ്മൾ? സ്വാഭാവികമായും എനർജി ഡെൻസിറ്റിയും പെട്രോളിൽ കൂടുതലായിരിക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ 1 ലിറ്റർ എത്തനോളിൻ്റെ ഊർജ്ജശേഷി പെട്രോളിനേക്കാൾ ഏകദേശം 33% കുറവാണ്. അതുകൊണ്ട് നമ്മൾ 20% എത്തനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ പെട്രോൾ കത്തുമ്പോൾ കിട്ടുന്ന അത്രയും എനർജി ലഭിക്കില്ല. ഇത് വാഹനത്തിൻ്റെ മൈലേജിൽ ഏകദേശം 3 മുതൽ 6% വരെ കുറവ് വരുത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് വേറൊരു വശമുണ്ട്. എഞ്ചിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് കുറയും, എഞ്ചിൻ്റെ ലൈഫ് കൂടും. ഇത് ഒരു പരിധിവരെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി, ഈ എത്തനോൾ നിർമ്മിക്കുന്നത് പ്രധാനമായും കരിമ്പിൽ നിന്നുമാണ്. ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യയിൽ കരിമ്പ് കൃഷി വ്യാപകമാകാനും അതുവഴി നമ്മുടെ കർഷകരുടെ വരുമാനം മെച്ചപ്പെടാനും ഈ പദ്ധതി കൊണ്ട് കഴിയും. അതുപോലെ ഉത്തരേന്ത്യയിൽ കൊയ്ത്തുകാലം കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ബയോമാസ്, അതായത് കാർഷിക അവശിഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അധികം വരുന്ന വൈക്കോലും മറ്റുമാണിത്. ഇത് ഉപയോഗിക്കാൻ കഴിയാതെ കർഷകർ ഒന്നിച്ച് കത്തിച്ച് കളയുകയാണ് പതിവ്. ഡൽഹിയിലെ ശൈത്യകാല അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഒരു പ്രധാന കാരണം പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയുന്ന വൈക്കോലാണ്. ഈ ബയോമാസ് ജൈവ എത്തനോളിൻ്റെ വലിയൊരു സോഴ്സാണ്. അങ്ങനെ വെറുതെ കത്തിച്ച് അന്തരീക്ഷത്തിൽ പുകയും വിഷവാതകങ്ങളും നിറയ്ക്കുന്നതിന് പകരം ആധുനിക സാങ്കേതിക വിദ്യ 2G ടെക്നോളജി ഉപയോഗിച്ച് ഈ ബയോമാസിൽ നിന്ന് എത്തനോൾ നിർമ്മിക്കാനും അതിൻ്റെ ബാക്കി വരുന്നത് മികച്ച ജൈവവളമാക്കാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അടുത്തതായി, ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഏറ്റവും വലിയ ബാധ്യത പെട്രോളിയമാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും പെട്രോളിയം ഇറക്കുമതിക്കായി രാജ്യം ചെലവാക്കുന്നത്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിൻ്റെ ഉപയോഗം കൂടുന്നതോടെ പെട്രോളിയം ഇറക്കുമതി കുറയ്ക്കാനും അതുവഴി ലാഭിക്കുന്ന പണം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റാനും കഴിയും. ചുരുക്കത്തിൽ, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നതിലൂടെ രാജ്യത്തോടും കർഷകരോടും നാം ജീവിക്കുന്ന ഈ ഭൂമിയോടും ഉള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ നിറവേറ്റുന്നത്. അതായത് ഈ വൻ പദ്ധതിയുടെ ഗുണങ്ങൾ പല മാനങ്ങളിലുള്ളതാണ്. എങ്കിൽ പൂർണ്ണമായും എത്തനോളിൽ മാത്രം പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും അതിനുള്ള പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അടുത്ത കാലത്ത് പ്രമുഖ കമ്പനികൾ 100% എത്തനോളിൽ മാത്രം ഓടുന്ന ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ പ്രോട്ടോടൈപ്പുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കരിമ്പുൽപാദന രാജ്യങ്ങളിൽ ഒന്നായ ബ്രസീലിൽ എത്തനോൾ മാത്രം ഉപയോഗിച്ചുള്ള ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വിജയകരമായി ഓടുന്നുണ്ട്. അമേരിക്കയിലും ചൈനയിലുമെല്ലാം ഇങ്ങനെയുള്ള വാഹനങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ ഈ രംഗത്തേക്ക് വരാൻ ഇത്തിരി വൈകി എന്നുള്ളത് നേരാണ്. എങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ വരും വർഷങ്ങളിൽ എത്തനോളിൽ മാത്രം ഓടുന്ന വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളും കീഴടക്കും എന്നുറപ്പാണ്. ഇനി നമുക്ക് ആദ്യത്തെ ആ സംശയത്തിലേക്ക് വരാം. 2023 മുൻപ് ഇറങ്ങിയ പഴയ വാഹനങ്ങളിൽ ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ അടിക്കുന്നത് കൊണ്ട് വാഹനത്തിന് കേടുപാടുണ്ടാവില്ലേ?
എത്തനോളിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മികച്ച സോൾവൻ്റാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള ശേഷിയും ഇതിന് പെട്രോളിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇത് പ്രധാനമായും ബാധിക്കുക വാഹനത്തിൻ്റെ റബ്ബർ, പ്ലാസ്റ്റിക് ഭാഗങ്ങളെയാണ്. പഴയ വാഹനങ്ങളിൽ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്കുള്ള ഫ്യുവൽ ലൈനിലും ഇന്ധനം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ചില ഭാഗങ്ങളിലും സാധാരണ റബ്ബറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്തനോളിൻ്റെ സാന്നിധ്യം കാരണം ഈ റബ്ബർ ഭാഗങ്ങൾക്ക് സാധാരണയും കൂടുതലായുള്ള തേയ്മാനമോ ഡാമേജോ വരാൻ സാധ്യതയുണ്ട് എന്നൊരു വാദമുണ്ട്. നോക്കൂ കൂട്ടുകാരെ, പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്യുന്നത് മോളിക്കുലാർ ലെവലിലാണ്. അതായത് വെള്ളത്തിൽ പഞ്ചസാര ലയിപ്പിക്കുന്നത് പോലെ. അവിടെ വെള്ളവും പഞ്ചസാരയും വേർതിരിഞ്ഞല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്തനോളിൻ്റെ ഈർപ്പം വലിച്ചെടുക്കുന്ന പ്രത്യേകതകൾ കാര്യമായി ബാധിക്കില്ല. അതായത് വെറുതെ ഒരു 8 ലിറ്റർ പെട്രോൾ എടുക്കുന്നു, 2 ലിറ്റർ എത്തനോൾ എടുക്കുന്നു, രണ്ടും കൂടെ കൂട്ടിക്കലക്കി പമ്പുകളിൽ കൊടുക്കുന്നു. അങ്ങനെയല്ല, അത് വലിയ പ്രോസസ്സാണ്. മറ്റൊന്ന്, പെട്രോൾ ടാങ്ക് എപ്പോഴും അടച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പവുമായി വളരെ ചെറിയ തോതിൽ മാത്രമേ സമ്പർക്കം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ ഭീഷണിയേ അല്ല. സാധ്യതയുണ്ട് എന്നല്ലാതെ ഇത്ര ശതമാനം ഇന്ധനം ചേർക്കുമ്പോൾ വലിയ തകരാറുണ്ടാകും എന്നതിന് വ്യക്തമായ പഠനങ്ങളൊന്നും വന്നിട്ടില്ല. നിലവിൽ സാധാരണക്കാർക്ക് അങ്ങനെ വലിയ ഗൗരവമുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഈ റബ്ബർ പാർട്ടുകൾ അത്ര വിലയേറിയതുമല്ല. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ പെർഫോമൻസിനെയോ സുരക്ഷയെയോ ഇത് ബാധിക്കുന്നില്ല. എങ്കിലും 2023 മുതൽ ഇറങ്ങിയ വാഹനങ്ങളിൽ എത്തനോളിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഫ്യുവൽ ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഇഞ്ചക്ഷൻ പമ്പുകൾ, ഇഞ്ചക്ടറുകൾ ഇതെല്ലാം E20 അനുസരിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ വാഹനങ്ങൾക്ക് ഈ പേടി ഒട്ടുമേ വേണ്ട. നോക്കൂ, 2017 മോഡൽ വാഗണാർ കാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇക്കണ്ട കാലം മുഴുവൻ E10, കഴിഞ്ഞ ഒരു വർഷമായി E20 പെട്രോളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അച്ചടക്കമില്ലാത്ത ഡ്രൈവിംഗ് കാരണം ഉണ്ടാകുന്ന മൈലേജ് ഡ്രോപ്പ് അല്ലാതെ 10 വർഷമായ 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയ എൻ്റെ വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിൽ ലോകത്തിലെ 4ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ലോകത്തിൽ ഏറ്റവും അധികം മലിനീകരിക്കപ്പെട്ട നഗരങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു നഗരമാണ് ഡൽഹി. ഈ ഭൂമിയോടും ഈ ലോകത്തോടും ഈ അന്തരീക്ഷത്തോടുമൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ ബഹിർഗമനം ലക്ഷക്കണക്കിന് ടണ്ണാണ് കുറയുന്നത്. വരും തലമുറയോടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. അതായത് മുൻപ് പറഞ്ഞതുപോലെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നാം ഒരേ സമയം നമ്മുടെ രാജ്യത്തോടും കർഷകരോടും പരിസ്ഥിതിയോടുമുള്ള നമ്മുടെ കടമയാണ് നിറവേറ്റുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും കരുതുന്നു. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിഷയങ്ങൾ ലളിതമായി അറിയാൻ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, ശാസ്ത്രത്തെ സ്നേഹിക്കൂ. നന്ദി, നമസ്കാരം.